एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। बुद्धिं देहि यशो देहि कवित्वं देहि देहि मे मूढत्वं संहरा देवी त्राहि मां शरणागतम्। ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് മഹാഭാരത യുദ്ധത്തെക്കുറിച്ചും അതുപോലെ പാണ്ഡവരെയും കൗരവരെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. കഥ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അതായത് ചേതി രാജവംശത്തിലെ ഒരു രാജാവിന് അദ്രിക എന്ന സ്വർഗകന്യകയിൽ, അതായത് അപ്സരസിൽ ഉണ്ടായിട്ടുള്ളതാണ് സത്യവതി. ബ്രഹ്മാവിൻ്റെ ശാപത്താൽ അദ്രികയ്ക്ക് മത്സ്യരൂപം പുഴയിൽ കഴിയേണ്ടി വരുന്നു. ആ സമയത്ത് അദ്രിക രാജാവിൻ്റെ മക്കളെ ഗർഭം ധരിച്ചിരുന്നു. ഒരിക്കൽ മുക്കുവന്മാരുടെ വലയിൽപ്പെട്ട അദ്രികയുടെ വയറ് കീറി ഈ കുട്ടികളെ പുറത്തെടുക്കുന്നു മുക്കുവന്മാർ. അതിൽ 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടിയെ രാജാവിന് കാഴ്ചവെക്കുന്നു, പെൺകുട്ടിയെ മുക്കുവന്മാരുടെ തലവനായ ദാശന് വളർത്താനായിട്ട് കൊടുക്കുന്നു. ഈ പെൺകുട്ടി മത്സ്യഗന്ധമുള്ളവളായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യഗന്ധിക എന്നുകൂടി സത്യവതിക്ക് പേരുണ്ട്. സത്യവതി വളർന്നു വലുതായി. സ്വന്തം പിതാവിനെ കടത്ത് ജോലികൾ, വള്ളം കടത്തുന്ന ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടത്ത് ജോലികൾ സ്വന്തം പിതാവിനെ സഹായിച്ചിരുന്നു സത്യവതി. അങ്ങനെയിരിക്കെ ഒരിക്കൽ സത്യവതിയുടെ വള്ളത്തിൽ പരാശര മഹർഷി കയറാനിടയായി. സത്യവതി അദ്രികയുടെ മകളായിരുന്നതിനാൽ, അതായത് അപ്സരസിൻ്റെ മകളായിരുന്നതിനാൽ സത്യവതി സുന്ദരിയായിരുന്നു. ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പരാശര മഹർഷി അവളെ പ്രണയിക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ പല കാരണങ്ങളും പറഞ്ഞ് പരാശര മഹർഷിയിൽ നിന്നും ഒഴിഞ്ഞു മാറിയ സത്യവതി പിന്നീട് പരാശരനെ പ്രണയിക്കുകയും അവരിൽ ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നു. ആ കുഞ്ഞാണ് വ്യാസൻ. അത് നമ്മുടെ മഹാഭാരതമെല്ലാം എഴുതിയിട്ടുള്ള വ്യാസമഹർഷി തന്നെ. തൻ്റെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ പരാശര മഹർഷി സത്യവതിക്ക് ഒരു വരം കൊടുക്കുന്നു. സത്യവതിയുടെ കന്യാകത്വം നഷ്ടപ്പെടില്ല എന്നും സത്യവതിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ മത്സ്യഗന്ധം മാറി കസ്തൂരിയുടെ മണം ആകുമെന്നും ഉള്ള വരങ്ങൾ കൊടുക്കുന്നു. സത്യവതിക്ക് പരാശരനിലുണ്ടായ മകനായ വ്യാസൻ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുക്കുന്നു. എപ്പോൾ അമ്മയെ വിചാരിക്കുന്നുവോ ആ സമയത്ത് താൻ വന്നുകൊള്ളാം എന്ന് വ്യാസഭഗവാനും അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നു. വ്യാസഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരം കൂടി ആയതിനാലും കൃഷ്ണദ്വൈപായനൻ എന്നുകൂടി പേരുണ്ട്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഹസ്തിനപുരത്തിലെ കുരു രാജവംശത്തിലെ ഒരു രാജാവായിരുന്നു ശന്തനു. ശന്തനുവിന് ഗംഗാദേവിയിൽ ഒരു മകനുണ്ടായി. ഗംഗാദേവിയായിരുന്നു ശന്തനുവിൻ്റെ ആദ്യത്തെ ഭാര്യ. ആ ഗംഗാദേവിയിൽ ഒരു മകനുണ്ടായി. ആ മകൻ്റെ പേരാണ് ഭീഷ്മർ. ഗംഗാദേവിയിൽ കുറച്ച് മക്കളുണ്ടാവുകയും എന്നാൽ ആ മക്കളെല്ലാം മരിക്കുകയും പിന്നീട് തനിക്ക് ലഭിച്ച ഒരു മകനാണ് ഭീഷ്മർ. ഈ ഭീഷ്മരെ ഗംഗാദേവി തന്നെ കൊണ്ടുപോയി എല്ലാ വിദ്യകളും പഠിപ്പിക്കുന്നു. അതിനുശേഷമാണ് രാജാവിന് കൊടുക്കുന്നത്. ഏകമകനായതിനാൽ ശന്തനുവിന് തൻ്റെ മകനോട് വല്ലാത്ത പുത്രവാത്സല്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ ശന്തനു സത്യവതിയെ കാണാനിടയാകുന്നു. സത്യവതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ശന്തനു സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സത്യവതി ശന്തനുവിന് ഒരു മകനുണ്ടെന്ന് അറിയുമ്പോൾ താൻ
രാജാവിനെ വിവാഹം കഴിച്ചാൽ തൻ്റെ മക്കൾക്ക് ആ അവകാശം കിരീടാവകാശം കിട്ടില്ല എന്ന ബോധ്യമായ ഡിമാൻഡുകൾ വയ്ക്കുന്നു. അതായത് രാജാവിൻ്റെ ആദ്യത്തെ ആ മകൻ, അതായത് ഭീഷ്മർ, ഒരിക്കലും രാജ്യാവകാശി ആകരുതെന്നും തൻ്റെ മക്കളായിരിക്കണം അടുത്ത കിരീടാവകാശി ആവേണ്ടത് എന്നും സത്യവതി രാജാവിനോട് പറയുന്നു. എന്നാൽ ഏറെ പുത്രവാത്സല്യമുണ്ടായിരുന്ന ശന്തനു മഹാരാജാവ് ഈ കാര്യത്തിൽ വളരെ ആശയക്കുഴപ്പത്തിലാവുന്നു. സത്യവതി ഉപേക്ഷിക്കാനും വയ്യ, തൻ്റെ മകൻ്റെ ആ അവകാശം തള്ളിക്കളയാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിൽ രാജാവ് എത്തുന്നു. രാജാവ് വല്ലാത്ത വിഷമത്തിലായി. ഇത് കണ്ട ഭീഷ്മർ പിതാവിനോട് കാര്യങ്ങൾ തിരക്കുന്നു. പിന്നീട് സത്യവതിയെയും അച്ഛനെയും കാണാൻ ഭീഷ്മർ അവരുടെ വീട്ടിലെത്തുന്നു. അതായത് സത്യവതിയുടെ വീട്ടിലെത്തുന്നു. അപ്പോൾ സത്യവതിയും സത്യവതിയുടെ വളർത്തച്ഛനായിട്ടുള്ള ദാശനും അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അതായത് ഭീഷ്മർ ഒരിക്കലും രാജ്യാവകാശി ആവരുത്, സത്യവതിക്കുണ്ടാകുന്ന മക്കളായിരിക്കണം അടുത്ത കിരീടാവകാശി. അങ്ങനെയാണെങ്കിൽ മാത്രമേ സത്യവതിയെ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭീഷ്മരോടും പറയുന്നു. ഭീഷ്മർ അച്ഛനോടും സത്യവതിയോടും താൻ ഒരിക്കലും രാജ്യാവകാശി ആകില്ല എന്നും താനൊരിക്കലും രാജ്യം ഭരിക്കില്ല എന്നും അതുപോലെ വിവാഹം കഴിക്കില്ല എന്നും വാക്ക് കൊടുക്കുന്നു. ആ വാക്കാണ് ഭീഷ്മശപഥം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ സത്യവതിയെ രാജാവ് വിവാഹം കഴിക്കുന്നു. സത്യവതിയിൽ 2 പുത്രന്മാരുണ്ടാകുന്നു, ചിത്രാംഗതനും വിചിത്രവീര്യനും. കുട്ടികൾ വളർന്നു. ചിത്രാംഗതൻ ഗന്ധർവനുമായുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെടുന്നു. പിന്നീടുള്ള ഒരു പുത്രനാണ് വിചിത്രവീര്യൻ. വിചിത്രവീര്യൻ വളരെ ചെറുതായിരുന്നു. ചിത്രാംഗതൻ്റെ മരണശേഷം അല്പകാലം കഴിഞ്ഞ് ശന്തനു മഹാരാജാവ് അസുഖം ബാധിച്ച് മരണപ്പെടുന്നു. വിചിത്രവീര്യൻ വളരെ ചെറുതായിരുന്നതിനാൽ പിന്നീട് ഭരണകാര്യങ്ങൾ നോക്കിയിരുന്നത് ഭീഷ്മരുടെ സഹായത്തോടു കൂടിയാണ്. വിചിത്രവീര്യൻ വളർന്ന് വലുതായപ്പോൾ കാശി, കോസല എന്നീ രാജ്യങ്ങളിലെ രാജകുമാരിമാരായ അംബിക, അംബാലിക എന്നിവരെ വിവാഹം കഴിക്കുന്നു. നിർഭാഗ്യവശാൽ വിചിത്രവീര്യനും അസുഖം ബാധിച്ച് മരണപ്പെടുന്നു. വിചിത്രവീര്യന് കുട്ടികളുണ്ടായിരുന്നില്ല. ആയതിനാൽ വീണ്ടും രാജഭരണം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയായി. സത്യവതി ഭീഷ്മരോട് രാജ്യഭരണം ഏറ്റെടുക്കുവാനും അതുപോലെ വിചിത്രവീര്യൻ്റെ വിധവകളെ വിവാഹം കഴിക്കുവാനും നിർദ്ദേശിക്കുന്നു. എന്നാൽ തൻ്റെ പിതാവിന് കൊടുത്ത വാക്ക് പാലിക്കുവാനായി അദ്ദേഹം ഈ നിർദ്ദേശങ്ങൾ നിഷേധിക്കുന്നു. ഇതേ തുടർന്ന് സത്യവതി തൻ്റെ മകനായ പരാശര മുനിയിൽ ഉണ്ടായ തൻ്റെ മകനായിട്ടുള്ള വ്യാസഭഗവാനെ വിളിച്ചു വരുത്തുന്നു. രാജ്യഭരണം ഏറ്റെടുക്കാൻ ആരുമില്ലെന്നും അതിനാൽ വിചിത്രവീര്യൻ്റെ വിധവകളെ സ്വീകരിച്ച് അവരിൽ പുത്രസൗഭാഗ്യം ഉണ്ടാക്കണമെന്നും സത്യവതി ആവശ്യപ്പെടുന്നു. എന്നാൽ തൻ്റെ മാതാവിൻ്റെ ഈ ആവശ്യം വ്യാസഭഗവാന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വ്യാസഭഗവാൻ അത് നിഷേധിക്കുന്നു. എന്നാൽ മാതാവിൻ്റെ നിർബന്ധപ്രകാരം വ്യാസഭഗവാൻ അതിന് സമ്മതിക്കേണ്ടി വരുന്നു. തുടർന്ന് അംബികയിൽ വ്യാസഭഗവാനുണ്ടായ മകനാണ് ധൃതരാഷ്ട്രർ. വ്യാസൻ്റെ ആ ഒരു രൂപത്തെ കണ്ട് പേടിച്ച അംബിക തൻ്റെ കണ്ണുകൾ ഇറുക്കെ അടച്ചതുകൊണ്ട് ധൃതരാഷ്ട്രർ അന്ധനായി തീർന്നു. എന്നാൽ അന്ധനായ ഒരു ആൾക്ക് രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ല എന്ന് സത്യവതി നിർദ്ദേശിക്കുകയും അതുകൊണ്ട് രാജ്യഭരണം ധൃതരാഷ്ട്രർക്ക് നിഷേധിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അംബാലികയിൽ പുത്രസൗഭാഗ്യമുണ്ടാക്കാൻ വ്യാസനോട് സത്യവതി പറയുന്നു. അങ്ങനെ അംബാലികയിൽ വ്യാസന് ഉണ്ടായ പുത്രനാണ് പാണ്ഡു. വ്യാസനെ കണ്ട് വിളറി വെളുത്ത അംബാലികയിൽ ഉണ്ടായ മകനാണ് പാണ്ഡു. അങ്ങനെ പാണ്ഡുവിന് രാജ്യഭരണം ലഭിക്കുന്നു. പാണ്ഡുവും ധൃതരാഷ്ട്രവും വളർന്നു വലുതായപ്പോൾ അവർ വിവാഹം ചെയ്യുന്നു. പാണ്ഡുവിന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കുന്തിദേവിയും പിന്നൊന്ന് മാദ്രിയും. ധൃതരാഷ്ട്രയുടെ ഭാര്യയാണ് ഗാന്ധാരി.
പാണ്ഡുവിന് ഒരു ശാപം ലഭിച്ചതിനാൽ പുത്രസൗഭാഗ്യം ഉണ്ടായില്ല. തൻ്റെ ഭാര്യമാരിൽ മൈഥുനം നടത്തിയാൽ പാണ്ഡു മരണപ്പെടുമെന്ന ശാപം കാരണം പാണ്ഡുവിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് ഒരു വരം ലഭിച്ചിരുന്നു. ഏതൊരു ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും കുന്തിക്ക് പുത്രസൗഭാഗ്യം ഉണ്ടാകുമെന്ന്. പുത്രദുഃഖത്താൽ വളരെ വിഷമിച്ചിരുന്ന പാണ്ഡു രാജാവിനോട് കുന്തിദേവി തൻ്റെ വരത്തെക്കുറിച്ച് പറയുന്നു. തൻ്റെ കാലശേഷവും രാജ്യഭരണം ഏറ്റെടുക്കാൻ ഒരാളണം എന്നുള്ളതുകൊണ്ട് പാണ്ഡുരാജാവ് കുന്തിദേവിയുടെ ആ വരത്തെ പ്രയോജനപ്പെടുത്താൻ അനുവാദം നൽകുന്നു. അങ്ങനെയാണ് കുന്തിദേവിക്ക് ഇന്ദ്രൻ തുടങ്ങിയ ദേവതകളിൽ 3 മക്കൾ ഉണ്ടാകുന്നത്. മാദ്രിക്ക് അശ്വിനി ദേവതകളിൽ ഉണ്ടായതാണ് നകുലനും സഹദേവനും. ധൃതരാഷ്ട്രർക്ക് 101 പുത്രന്മാർ ഉണ്ടായി. ഈ 101 പുത്രരിലും ഏറ്റവും മൂത്ത മകനായിട്ടുള്ള ദുര്യോധനനോടായിരുന്നു ധൃതരാഷ്ട്രർക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നത്. ദുര്യോധനനാവട്ടെ അധാർമികനായിരുന്നു. ധൃതരാഷ്ട്രർ ധർമ്മനിഷ്ഠനായാണ് ജീവിച്ചതും വളർന്നതുമെല്ലാം. എന്നാൽ തൻ്റെ പുത്രവാത്സല്യത്താൽ അന്ധനായിപ്പോയ, ജന്മനാ അന്ധനാണ്, എന്നാൽ പുത്രവാത്സല്യം കൊണ്ട് അകക്കണ്ണും അന്ധനായിപ്പോയ ധൃതരാഷ്ട്രർ പിന്നീട് തൻ്റെ പുത്രനായ ദുര്യോധനൻ്റെ വാശി കാരണം, അതായത് പാണ്ഡവർക്ക് ലഭിക്കേണ്ട രാജ്യം തനിക്ക് വേണമെന്ന ആ ഒരു വാശി കാരണം ധൃതരാഷ്ട്രർ യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഒരിക്കൽ ദുർബല നിമിഷത്തിൽ മാദ്രിയെ മൈഥുനം നടത്തേണ്ടി വരുന്നു പാണ്ഡുവിന്. അതേ തുടർന്ന് പാണ്ഡു മരണപ്പെടുന്നു. തൻ്റെ അമിതമായ വികാരം കാരണമാണ് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടത് എന്നറിഞ്ഞ മാദ്രി ആ വിഷമത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്നു. ഇതേ തുടർന്ന് കുന്തിയുടെയും മാദ്രിയുടെയും മക്കൾ വളരെ ചെറുതായിരുന്നതിനാൽ രാജഗുരു ആ മക്കളെ ധൃതരാഷ്ട്രരെ ഏൽപ്പിക്കുന്നു. അവരെ വളർത്തുവാനും അവർ വളർന്നതിന് ശേഷം ആ രാജ്യഭരണം അവർക്ക് തിരികെ നൽകുവാനും പ്രഖ്യാപിക്കുന്നു. ധൃതരാഷ്ട്രർ സമ്മതിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് കുട്ടികളെല്ലാം വളർന്നു വലുതായി. ധൃതരാഷ്ട്രരുടെ 101 പുത്രന്മാരോടൊപ്പം തന്നെ പാണ്ഡുവിൻ്റെ പുത്രന്മാരും വളർന്നു വലുതാകുന്നു. എന്നാൽ 101 പുത്രന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വാത്സല്യമുണ്ടായിരുന്നത് ദുര്യോധനനോടായിരുന്നു. ദുര്യോധനൻ അധാർമികനായിരുന്നു. പാണ്ഡവർക്ക് കൊടുക്കേണ്ട ആ രാജ്യം തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് ദുര്യോധനൻ തൻ്റെ പിതാവിനോട് വാശി പിടിക്കുന്നു. പുത്രവാത്സല്യത്താൽ അന്ധനായിപ്പോയ ആ പിതാവ് പുത്രൻ്റെ വാശിക്ക് കൂട്ടുനിൽക്കുന്നു. പിന്നീട് ധർമ്മിഷ്ഠനായി ജീവിച്ച ധൃതരാഷ്ട്രർ അധാർമിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. പാണ്ഡവർക്ക് രാജ്യം വിട്ടുനിൽക്കാൻ സാധിക്കാത്ത വിധം ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതിലൊന്നാണ് ചൂതുകളിയും മറ്റും. പാണ്ഡവർ കൗരവരുമായി ഒരു കോംപ്രമൈസിന് ഒരുങ്ങുന്നു. എന്നാൽ അതിലൊന്നും വഴങ്ങാതെ കൗരവർ അടിയുറച്ചു നിൽക്കുന്നു. തനിക്ക് ആ രാജ്യം വേണമെന്ന ഒരു വാശിയിൽ തന്നെ നിൽക്കുന്നു. രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചു പാണ്ഡവർ, തരില്ല എന്ന് കൗരവർ. എന്നാൽ കുറച്ച് ജില്ലകളെങ്കിലും തരണമെന്ന് പാണ്ഡവർ പറഞ്ഞു, അതും തരില്ല എന്ന്. എന്നാൽ 5 പേർക്ക്, പാണ്ഡവർ 5 പേർക്കും വസിക്കുവാനായി 5 വീടുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു, അതും തരില്ല എന്ന് പറഞ്ഞു. എന്നാൽ 5 പേർക്കും കൂടി ഒരു വീടെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടു, അതും തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു തുടങ്ങിയപ്പോഴാണ് യുദ്ധമല്ലാതെ മറ്റു വഴിയില്ല എന്ന് പാണ്ഡവർക്ക് മനസ്സിലായത്. തുടർന്ന് യുദ്ധം ആരംഭിക്കുന്നു. ഇതാണ് മഹാഭാരത യുദ്ധം തുടങ്ങുവാനുണ്ടായിരുന്ന കാരണങ്ങൾ. മഹാഭാരത യുദ്ധം 18 ദിവസമാണ് നീണ്ടുനിന്നത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ അധ്യായങ്ങളും 18 കൗരവരുടെ ഭാഗത്ത് 11 അക്ഷൗണിപ്പടയും പാണ്ഡവരുടെ ഭാഗത്ത് 7 അക്ഷൗണിപ്പടയുമാണ് ഉണ്ടായിരുന്നത്. പാണ്ഡവരുടെ ഭാഗത്ത് വിജയപ്രതീക്ഷയുണ്ടായിരുന്നത് 2 പേരിലായിരുന്നു. ഒന്ന് അർജുനൻ,
പിന്നൊന്ന് ഭീമസേനൻ. കൗരവരുടെ ഭാഗത്ത് വിജയപ്രതീക്ഷയുണ്ടായിരുന്നത് ഭീഷ്മാചാര്യർ, ദുര്യോധനൻ, കർണൻ തുടങ്ങിയവരിലായിരുന്നു. എന്നാൽ 10ാമത്തെ ദിവസം ഭീഷ്മാചാര്യർ ശരശയ്യയിലായപ്പോൾ ധൃതരാഷ്ട്രർ ആകെ ഭയന്നു തുടങ്ങി. യുദ്ധം ആരംഭത്തിൽ തന്നെ വ്യാസൻ തൻ്റെ പുത്രനായ ധൃതരാഷ്ട്രരോട് ആ യുദ്ധം കാണുവാൻ ധൃതരാഷ്ട്രർക്ക് ദിവ്യദൃഷ്ടി നൽകാമെന്ന് പറയുന്നു. എന്നാൽ തനിക്ക് ദിവ്യദൃഷ്ടി വേണ്ട എന്നും യുദ്ധം കേട്ടാൽ മതി എന്ന് മാത്രമായിരുന്നു, അവിടുത്തെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞാൽ മാത്രം മതി എന്നുമായിരുന്നു ധൃതരാഷ്ട്രർ പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ആളുകൾ മരിച്ചു വീഴുന്നത് കാണാൻ ഉള്ള ശക്തി ധൃതരാഷ്ട്രർക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ധൃതരാഷ്ട്രരുടെ മക്കളും സഞ്ചരിച്ച വഴി അധാർമികതയിലൂടെയായിരുന്നു എന്നതിനാൽ കൊണ്ടും ധൃതരാഷ്ട്രർക്ക് വളരെയധികം ഭയമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ മക്കൾ ജയിക്കണമെന്ന ഒരു അമിത ആവേശം അദ്ദേഹത്തിനുണ്ടായിരുന്നതാണ്. അങ്ങനെ വ്യാസഭഗവാൻ തൻ്റെ ശിഷ്യനായ സഞ്ജയന് ആ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് യുദ്ധരംഗങ്ങൾ വീക്ഷിക്കുവാനുള്ള ഒരു വരം നൽകുന്നു. അങ്ങനെയാണ് സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രർ യുദ്ധം കാണുന്നത്. 10ാമത്തെ ദിവസം ഭീഷ്മാചാര്യർ വീണപ്പോൾ മാത്രമാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത് ആ യുദ്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. അതുവരെ ഒന്നും ചോദിക്കാതിരുന്ന ധൃതരാഷ്ട്രർ അപ്പോൾ ഒന്ന് ചോദിച്ചു തുടങ്ങി. അങ്ങനെയാണ് സഞ്ജയൻ യുദ്ധത്തിൻ്റെ ആദ്യം മുതൽ, അതായത് കൃഷ്ണ ഭഗവാനും അർജുനനും തമ്മിലുള്ള ഗീതോപദേശം മുതൽ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവാ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അതായത് ധർമ്മക്ഷേത്രത്തിലെ കുരുക്ഷേത്ര ഭൂമിയാകും ധർമ്മക്ഷേത്രമൊക്കെ ആകുന്ന ആ സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന എൻ്റെ ആളുകളും പാണ്ഡവരുടെ പക്ഷവും എന്താണ് ചെയ്തത്? ഇവിടെ ധർമ്മക്ഷേത്ര എന്ന് പറയുന്നത് ഇത് യുദ്ധത്തിന് തിരഞ്ഞെടുത്ത ഒരു ഭൂമി. ക്ഷേത്രം എന്ന ഭൂമി എന്നും ശരീരം എന്നുമൊക്കെ അർത്ഥമുണ്ട്. ഈ ഭൂമി ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു ഭൂമിയായിരുന്നു. കാരണം അവിടെ എപ്പോഴും നിരവധി യാഗങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ദേവന്മാരുടെ സാമീപ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഭൂമി പുണ്യഭൂമിയാണ് അല്ലെങ്കിൽ ധർമ്മഭൂമിയാണ് എന്ന് പറയപ്പെടുന്നത്. അവിടെ യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൽ ഏതെങ്കിലും ഒരാൾ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ജയമായാലും തോൽവിയായാലും രണ്ടും നല്ലത് തന്നെ. കാരണം അവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ പോലും അത് പുണ്യമാണ് എന്ന് കരുതിയത് കൊണ്ടാണ് ആ ഭൂമി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. കുരുക്ഷേത്രേ, അതായത് കുരുരാജവംശമാണ് ഇവരുടേത്. അതുകൊണ്ടാണ് കുരുക്ഷേത്രേ എന്നും കൂടി പറയുന്നത്. സമവേദാഹ എന്ന് പറഞ്ഞാൽ കൂടി നിന്നിട്ടുള്ളവർ. യുയുത്സവഃ യുദ്ധം ചെയ്യാനായി തയ്യാറായി നിൽക്കുന്നവർ. മാമഖാഹ എന്നാൽ എൻ്റെ ആളുകൾ അല്ലെങ്കിൽ എൻ്റെ പുത്രന്മാർ. കിമകുർവത അവരെന്താണ് ചെയ്തത് എന്ന് അർത്ഥം. ഇവിടെ ക്ഷേത്രമെന്നാൽ വയലെന്നും ശരീരമെന്നും അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇവിടെ യുദ്ധങ്ങൾ നടക്കുന്നത് ധർമ്മവും അധർമ്മവും തമ്മിലാണ്. അവസാനം ജയിക്കുന്നത് ധർമ്മം തന്നെയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ പലപ്പോഴും ധർമ്മങ്ങളും അധർമ്മങ്ങളും തമ്മിൽ യുദ്ധങ്ങളുണ്ടാകും. ചില സമയങ്ങളിലൊക്കെ ഇതുപോലെയാണ്. ഈ യുദ്ധങ്ങൾ പോലെ നല്ലതും ചീത്തയും തമ്മിലൊരു യുദ്ധം നടക്കാറുണ്ട്. അത് ചെയ്യണോ ചെയ്യണ്ടയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നിന്നും ഒരാൾ ജോലിക്ക് പോയി എന്നിരിക്കട്ടെ. അയാൾ ജോലി കഴിഞ്ഞ് തിരികെ വരാൻ എത്തേണ്ട സമയത്തും എത്തിയില്ല, അയാളെ വിളിച്ചിട്ടും കിട്ടിയില്ല എന്നൊക്കെ ഇരിക്കെ
നമ്മളുടെ ചിന്ത പോകുന്നത് വേറെ പലതിലേക്കുമായിരിക്കും. അയാൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചുവോ എന്നൊക്കെയുള്ള ചിന്തകളിലേക്കായിരിക്കും പോകുന്നത്. നല്ല ചിന്തകളിലേക്കൊന്നും പെട്ടെന്ന് നമ്മൾ പോവില്ല. അപ്പോൾ ഈ ചില ഇടയ്ക്കൊക്കെ അത് ഓടി വരും, നല്ല ചിന്തകൾ ഓടി വരും. ചിലപ്പോൾ തിരക്കായിരിക്കാം എന്നൊക്കെ ഉള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. എന്നാൽ പോലും കൂടുതൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ദുർവിചാരങ്ങളായിരിക്കും. പിന്നീട് അയാൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടെ ജയിക്കുന്നത് ആരാണ്? നന്മ തന്നെ ആയിരിക്കും. ഇതുപോലെയാണ് പല സമയങ്ങളിലും നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങൾക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, നന്മയും തിന്മയും തമ്മിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ആ ഒരു ഇത് തന്നെയാണ് ഈ യുദ്ധഭൂമിയിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രം എന്നാൽ ശരീരമെന്നും വയലെന്നും അർത്ഥമുണ്ട് എന്നുള്ളതിന് കിട്ടിയില്ലേ ഉത്തരം? ഇതാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ഓരോന്നും നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് ഓരോന്നും നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത നമുക്കൊരു കൈപ്പുസ്തകമാണ്, ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു കൈപ്പുസ്തകമാണ് എന്ന് പറയുന്നത്. ഇനി മാമകാഹ എന്ന് പറഞ്ഞാൽ എൻ്റേത്, എൻ്റെ ആളുകൾ, എൻ്റെ പുത്രർ, എൻ്റേത് എന്നൊക്കെ പറഞ്ഞ് സ്വാർത്ഥത മൂലം അന്ധനായിപ്പോയ ഒരാൾക്കും ഒരു സന്തോഷവും ജീവിതത്തിൽ ലഭിക്കില്ല. ആ കുറച്ചു നേരത്തെ സന്തോഷം മാത്രമേ അയാൾക്ക് എപ്പോഴും ലഭിക്കൂ. എന്നാലും അയാളുടെ മനസ്സിലെപ്പോഴും ആ എന്തും വെട്ടിപ്പിടിച്ചടക്കണം എന്നുള്ള ഒരു ദുരമൂലം അയാൾക്ക് കൂടുതലൊന്നും സന്തോഷിക്കാനായിട്ട് കഴിയില്ല. അതേ തന്നെയായിരുന്നു ഇവിടെ ധൃതരാഷ്ട്രർക്കും സംഭവിച്ചത്, ദുര്യോധനനും. ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ അതുകൂടി പറയുന്നു, സ്വാർത്ഥത നാശത്തിലേക്ക് വഴിവെക്കുമെന്ന്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണും എന്നൊക്കെ വിചാരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ശ്ലോകം നമുക്ക് പഠിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.